ഇത്തിരി പുച്ഛമെന്ന് പറയാം, ഭയങ്കര റേസിസമാണ്. ഇത് കമന്റ് സെക്ഷനിൽ ഇടാൻ പറയാൻ പറ്റില്ലല്ലോ, ലൈവ് ഒക്കെ ആയിരുന്നെങ്കിൽ എങ്ങനെ പറയായിരുന്നു, അപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. പറയില്ലേ ഞാൻ കട്ടി ഇപ്പൊ ഒരു പറഞ്ഞ പശുവിന്റെ കാര്യം പറഞ്ഞു, ഞാൻ കട്ടി കേട്ടോ. മെയിൻ ഒരൊറ്റ പെട്ടി, പക്ഷെ ഒരു ചെറിയ നമ്മൾ ഈ കൺട്രിയുടെ ബോർഡ് നോക്കിയിട്ട് അവസാനം കിട്ടി ചെറുതൊക്കെ കിട്ടിയിട്ട്. അപ്പൊ നമ്മള് പറയാം അല്ലേ, നമ്മള് ഈ ട്രിപ്പ് പോകുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതിലും കൂടുതൽ ഇഷ്ടം ഏതാണെന്നറിയോ, അതിനു വേണ്ടി പ്ലാൻ ചെയ്യുന്നതും അതിൻ്റെ തലേ ദിവസം നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുമല്ലോ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി. ഇവിടെ ഒരാൾ പാക്കിംഗ് ആണ്, പോകുന്നതിൻ്റെ തലേ ദിവസം രാത്രി 10 മണിക്കാണ് പാക്കിംഗ്. ഈ ഫേസ് വാഷൊക്കെ വലിയ ബോട്ടിൽ എടുക്കുന്നതിലും എനിക്കിഷ്ടം എന്താ, ഇങ്ങനത്തെ കുഞ്ഞു ബോട്ടിൽ കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു 10 ദിവസത്തേക്ക് നമുക്ക് 2 പേർക്കും ഇത് ധാരാളം മതിയാവും. പിന്നെ ഇതാ നമ്മുടെ ഓയിൽ ക്ലെൻസറാണ്. ഈ സൺസ്ക്രീൻ ഒക്കെ ഇടുമ്പോൾ ശരിക്കും ഡബിൾ ക്ലെൻസ് ചെയ്യുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി ട്രാവലിംഗിൽ. വേൾഡ് അഡാപ്റ്റർ ഓക്കെ. ആ ഇത് യൂറോപ്പ്, US ഓസ്ട്രേലിയൻ സെയിം സാധനം കറക്കിയാൽ മതി. യുഎസിൽ നേരെ ഇങ്ങനെ നേരെ പോകും, ഓസ്ട്രേലിയയിൽ ഇങ്ങനെ തിരിക്കും, അത്രേ ഉള്ളൂ. പിന്നെ UK ഇത്, പിന്നെ യൂറോപ്പ് നമ്മുടെ ഇന്ത്യയിലെ സെയിം സാധനം. പിന്നെ താഴെ ഇങ്ങനെ 2 USB-A 2 USB-C, പിന്നെ ഒരു ബിൽറ്റ് ഇൻ USB-C. റിട്രാക്റ്റബിൾ ആണ്, മാഗ്നറ്റ് ചുട്ടിയും ചെയ്യും. മാഗ്നറ്റ് ചുട്ടിയും GM കാണുന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ബ്രാൻഡ് ഓസ്റ്റൻമെന്റ് ഇതൊക്കെ ഒന്ന് വാവ കൊണ്ടുവന്ന് ഹാൻഡി ആയി. ഇത് ഒരു ക്ലെൻസർ ചെറുത്, പിന്നെ ഇതാ മോയ്സ്ചറൈസേഴ്സ് ഉണ്ട് ചെറുത്, ഇത് ട്രാവലിന് കറക്റ്റാണ്. പിന്നെ ഇതാ അങ്ങനെ പാക്കിംഗ് ഒക്കെ ഒരുവിധം കഴിഞ്ഞു. എൻ്റെയും മഷുവിൻ്റെയൊക്കെ സാധനങ്ങൾ ഒരുവിധം വെച്ചിട്ടുണ്ട്. ഇതായിരിക്കും ഞങ്ങളുടെ മെയിൻ ഒരൊറ്റ പെട്ടി, പക്ഷെ ഒരു ചെറിയൊരു കുഞ്ഞ് ട്രോളിയും കൂടെ ഉണ്ട്. അങ്ങനെ നമ്മുടെ അടുത്ത ദിവസം എത്തി. ഇപ്പോൾ നമ്മൾ പോവുകയാണ്, എയർപോർട്ടിലോട്ട് പോവുകയാണ്. കോഫിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ നമ്മൾ പോവുക എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ മെട്രോയ്ക്കാണ് എയർപോർട്ടിലോട്ട് പോകുന്നത്, അതാണ് ഇവിടെ ഏറ്റവും കൺവീനിയൻറ്റ്. സെൻട്രൽ ഇറങ്ങുന്നു, എന്നിട്ട് അവിടെ നിന്ന് ഒരു ചെറിയൊരു ട്രെയിൻ പിടിച്ച് എയർപോർട്ടിലെത്തുന്നു. സിഡ്നി എയർപോർട്ട് ഇൻ്റർനാഷണൽ ആണെങ്കിലും ഡൊമസ്റ്റിക് ആണെങ്കിലും നമ്മളൊരു ട്രെയിൻ എടുത്ത് വരികയാണെങ്കിൽ നേരെ അത് അണ്ടർഗ്രൗണ്ടിലാണ് എത്തുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ എയർപോർട്ടിലെത്തി. ഇവിടെ ഒരാളുണ്ടല്ലോ, ഇവിടെ ഈ ചെക്കിൻ തൊട്ട് ഭയങ്കര ഷോ ഓഫാണ്. സ്വന്തം ഒരു ഓസ്ട്രേലിയൻ പാസ്പോർട്ട് കിട്ടിയതിൻ്റെ ഷോ ഓഫാണ്. നമ്മുടെ ഇന്ത്യക്കാരെ ഒന്നും ഇപ്പോൾ മൈൻഡില്ല. ഞാൻ ഇന്ത്യൻ പാസ്പോർട്ടിലും അശ്വർ ഓസ്ട്രേലിയൻ പാസ്പോർട്ടിലുമാണ്. ഞാനിപ്പോൾ ആവും, എന്നോട് ഇച്ചിരി ദൂരെ നിൽക്കാറൊക്കെ പട്ടി ഷോട്ടോ. ഭയങ്കര ഡിസ്ക്രിമിനേഷൻ ആണ് ഇപ്പൊ വന്നപ്പോ തൊട്ട് തുടങ്ങിയത്. ഒരു മാസത്തിന്റെ ഗ്യാപ്പിലൂടെ അതുവരെ എന്തൊരു പുച്ഛന്ന് പറയാം, ഭയങ്കര റേസിസമാണ്. എനിക്കിപ്പോ ഇന്ത്യക്കാരോടൊക്കെ പുച്ഛം. ഇപ്പൊ നമ്മൾ ആക്ച്വലി രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വരണമെന്ന് വിചാരിച്ചത്. പക്ഷെ ഞാനൊരു ഹാഫ് ഡേ വർക്കിംഗ് ആയിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. അപ്പോൾ ഇപ്പം നന്നായിട്ട് വിശക്കുന്നത് 12 അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. നമ്മൾ എയർപോർട്ടിൽ ഇവിടെ മാഡ് മിക്സിന് കഴിക്കാം. അപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ, പറയാം വീഡിയോയുടെ ഇടയ്ക്ക് വെച്ച് പറയണ്ട, അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ കാണും. നാട്ടിലേക്ക് അത് ഗെസ്. ഇതിൻ്റെ അകത്ത് കമന്റ് സെക്ഷനിൽ ഇടാൻ പറയാൻ പറ്റില്ലല്ലോ, ലൈവ് ഒക്കെ ആയിരുന്നെങ്കിൽ എങ്ങനെ പറയായിരുന്നു, അപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. പറയില്ലേ അപ്പൊ നമുക്ക് അവിടെ എത്തുമ്പോ കാണാം, അല്ലെങ്കിൽ പക്ഷെ നമുക്ക് ഇടയ്ക്ക് വെച്ച് ക്ലൂ കിട്ടുമായിരിക്കും, നോക്കാം. അപ്പൊ നമ്മുടെ ഇത് വന്നേ, ഇത് എന്തായിരുന്നു, റൈസ് വിത്ത് സ്പൈസ് ലാം വിത്ത് റൈസ്.
ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നത് സ്പൈസ്ഡ് ബീഫ് വിത്ത് റൈസ്. അശ്വിൻ നേരത്തെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞേ, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നുള്ളതിന്. ഓക്കെ, താങ്ക് യു. ഒരു മിനിറ്റ് പറഞ്ഞേ, എന്തായിരുന്നു? കോർട്ട്യാർഡ് ജാസ്മിൻ ഡസൻസ് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല, അതാണ് ഉദ്ദേശിച്ചത്. ഓസീസ് അങ്ങനെയാ പറയുന്നത്. ഓസീസ് അങ്ങനെ പറയുന്നത്. കോർട്ട്യാർഡ് ജാസ്മിൻ ഡസൻ സ്മെൽ, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. ഇവിടുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ടില്ല. ഇവിടുന്ന് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടുന്ന് കഴിച്ച് അവസാനം ഇമിഗ്രേഷൻ മിസ്സാകുമെന്നാണ്. അല്ല, സമയമുണ്ട്, പക്ഷെ എന്നാലും ഇമിഗ്രേഷൻ ചെയ്യാത്തതുകൊണ്ട് നമുക്കൊരു ടെൻഷൻ. എന്താ ടേസ്റ്റ്? ലാമ്പ് എങ്ങനെയുണ്ട്? ഭയങ്കര സോഫ്റ്റ് ആണ്. വെന്ത് നമ്മുടെ നാട്ടിലെ ഒരു ബിരിയാണിയുടെ ഒരു ഫ്ലേവറില്ലേ? സ്പൈസിയാണ്, പക്ഷേ സ്പൈസി എരിവെന്നല്ല, നല്ല ഈ സ്പൈസസിന്റെ ഒരു ബ്ലെൻഡ് ഉണ്ട്. ഫ്ലേവേർഡ്, ഭയങ്കര ഫ്ലേവർഫുള്ളാണ്. എന്നുവെച്ചാൽ വലിയ മസാലയൊന്നുമില്ല, പക്ഷെ ആ ലാമ്പിന്റെ തന്നെ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ്. ഇതാണെങ്കിൽ ബീഫ്, ഇതും കൊള്ളാം, അടിപൊളി, രക്ഷയില്ല. അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. നല്ല ഇതാണ്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേരെന്താണെന്ന് അറിയാം? 1915 എയർപോർട്ടിൻ്റെ അകത്ത്. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ പുറത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം അല്ലേ? അങ്ങനെ നമ്മൾ ഇമിഗ്രേഷനും ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. ഇന്ന് എന്താണെന്ന് അറിയില്ല. യൂഷ്വലി എപ്പോഴും അശ്വിനെ പിടിക്കാറ്. ഇന്ന് എന്നെ എല്ലായിടത്തും പിടിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റിയിൽ അവിടെ എൻ്റെ ബാഗിനകത്ത് ഒരു സെറാവയുടെ ഒരു 125 ml ഒരു ഇതുണ്ടായിരുന്നു, ഒരു ക്രീം ഉണ്ടായിരുന്നു, ശ്രദ്ധിച്ചില്ല. അത് എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ വേറെ ലൈനിൽ നിർത്തി. അത് കഴിഞ്ഞ് തിരിച്ച് ബോർഡർ സെക്യൂരിറ്റി വന്നപ്പോഴത്തേനും റാൻഡം ചെക്ക്, ചുമ്മാ. സാധാരണ എപ്പോഴും അശ്വിനെ റാൻഡം ചെക്ക്. ഈ പയ്യൻ പറയുന്നത് അത് ഓസ്ട്രേലിയൻ പാസ്പോർട്ടിൻ്റെ കുളമാണ്. സാധാരണ എപ്പോഴും അശ്വിൻ ഇങ്ങനെ ഒരു 20 മിനിറ്റ് ലേറ്റ് ആയിരിക്കും. അവിടെ ഇവിടെയൊക്കെ പിടിച്ച് നിർത്തി. എന്തായാലും എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ ഗേറ്റിൻ്റെ അങ്ങോട്ട് പൊക്കോട്ടിരിക്കുന്നു. നമ്മൾ മറ്റേ ഡ്യൂട്ടി ഫ്രീയുടെ ഇടയിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഗേറ്റ് നമ്പർ 58 ആണ്. സമയം ഇപ്പോൾ 1:15, ഒരു 1:35 ആകുമ്പോഴത്തേനും ബോർഡിങ് തുടങ്ങും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2:30 ഫ്ലൈറ്റ് ടേക്ക് ഓഫ്. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ചല്ല, ഗേറ്റിൻ്റെ അങ്ങോട്ട് കടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് ടാർമാക്ക് ആണ്. നമ്മൾ ബോട്ടിലൊക്കെ ചിയേഴ്സ് വെള്ളമൊക്കെ നിറച്ചിട്ടാണ് പോകുന്നത്. കാരണം ഫ്ലൈറ്റ് കയറി കുറച്ച് നേരം കഴിയുമല്ലോ ഒരു എന്തെങ്കിലും ഫുഡൊക്കെ തരാനായിട്ട്. അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവരെ വിളിക്കണ്ടല്ലോ. ശരി കടച്ചോ, ഇടയ്ക്കിടയ്ക്ക് വിളിക്കണ്ടല്ലോ. നമ്മളങ്ങനെ ഗേറ്റിൻ്റെ ഇവിടെ വന്നു. ബോർഡ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഇവിടെ വന്നിരിക്കുക. ചാർജിങ് പോയിൻ്റൊക്കെ ഉണ്ട്. ഒന്ന് കുറച്ച് നേരം ചാർജൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ എന്തായാലും വിളിച്ചിട്ടില്ല, നമുക്ക് ഇവിടെ ഇരിക്കാം. ഇവിടെ ഇപ്പോൾ വിൻ്ററാണ്, പക്ഷേ ഇന്ന് ഭയങ്കര തണുപ്പ്. ഇന്നലെ മിനിഞ്ഞാന്നും അതിന് മുന്നേ ദിവസമൊക്കെ ഉണ്ടല്ലോ ഭയങ്കര തണുപ്പ്. പക്ഷേ ഞാൻ പറഞ്ഞ തെറ്റിപ്പോയി. ഇന്ന് ചൂടാണ്. ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ 18 ഉള്ളൂ. പക്ഷെ ഒരു വിന്റർ ക്ലോത്ത്സിലുണ്ട്, ഇതൊന്നുമില്ല, തണുപ്പൊന്നുമില്ല. മൺഡേയും ട്യൂസ്ഡേ വെനസ്ഡേ എൻ്റെ പൊന്നെ എന്തൊരു തണുപ്പായിരുന്നു എന്ന് അറിയാം. ഓഫീസിൽ പോകുമ്പോൾ ഞാൻ ഓഫീസിനകത്തൊക്കെ ഗ്ലൗസ് ഒക്കെ ഇട്ടിരുന്നു. അപ്പം ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പിന്നെ ഫ്ലൈറ്റിൽ തണുക്കുമല്ലോ. പക്ഷെ എന്തായാലും ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് നന്നായി. ഇപ്പം എങ്ങനെ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇങ്ങനത്തെ ഒരു ലൂസ് സ്വെറ്റ് ഷർട്ട് പോലത്തെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ അകത്ത് ഞാൻ തേർമൽസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ തേർമൽസ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു തണുപ്പിന് വേണ്ടി ഇട്ടതാണ്. പക്ഷേ എയർപോർട്ടിനകത്ത് എനിക്കങ്ങ് ചൂടെടുത്തിട്ട് രക്ഷയില്ല. പക്ഷെ ഒരു കണക്കിന് നന്നായി. ഇപ്പം നമുക്ക് ഇങ്ങനെ നമ്മൾ എപ്പോഴും 2 ലെയർ ചെയ്യുകയാണെങ്കിൽ, എസ്പെഷ്യലി നമ്മൾ എയർക്രാഫ്റ്റിൻ്റെ അകത്തിരിക്കുമ്പോൾ നമുക്ക് ചൂടെടുത്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇത് ഊരിക്കളയാം, എന്നിട്ട് ഇത് മാത്രം ഇട്ടിടാം, അല്ലെങ്കിൽ തിരിച്ചാക്കാം. ഇത് തെർമൽസ് ഊരിക്കളഞ്ഞിട്ട് ഇത് മാത്രം ഇട്ടിടാം. അപ്പം നമുക്ക് 2 ലെവൽ ഓഫ് തണുപ്പിൻ്റെ ചൂടിൻ്റെ ഒരു ഇത് കിട്ടുമല്ലോ. ലെയറിങ് ഏറ്റവും നല്ലതാണ്. എസ്പെഷ്യലി നമുക്ക് ഫ്ലൈറ്റിൽ പോകണം, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്തുന്ന സ്ഥലത്തെ ടെമ്പറേച്ചറൊക്കെ എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഞാൻ പറയുന്നില്ല, സ്ഥലം പറയുന്നില്ല, അവിടെ
ഇപ്പം സമ്മറാണ്, പക്ഷേ അവിടെ അങ്ങനെ ഒരുപാട് സമ്മർ വരില്ല. കാരണം ഒരു പ്രത്യേകതയല്ല എന്തായാലും പറയാ, ഒരു സംഭവം ഉള്ളതുകൊണ്ട്, അവിടെ ഒരു സംഭവം ഉള്ളതുകൊണ്ട്, ഒരു മല, അത് പറഞ്ഞു ശരി, ഒരു മല ഉള്ളതുകൊണ്ട് അവിടെ ഒരുപാട് എക്സ്ട്രീം സമ്മർ പോയില്ല. ആ കോണ്ടിനെന്റിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ സമ്മറിലുള്ള അത്രയും ഒരു ചൂട് ഇവിടെ എടുക്കില്ല, ബിക്കോസ് ഓഫ് വൺ മല. ആ മലയുടെ പേര് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ മലനിരകൾ, ആ ഒരു മൗണ്ടൻ റേഞ്ച് ഉള്ളതുകൊണ്ട് നമുക്ക് അത്രയും ഇല്ല. അപ്പോൾ ഞങ്ങൾ പോകുന്നത് വേറൊരു ക്ലൂ കൂടെ കൊടുക്കാം. ആ കോണ്ടിനെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോണ്ടിനെന്റ് പേര് പറഞ്ഞു ഒരു തവണ പോയ കോണ്ടിനെന്റ് ആണ്. അപ്പൊ എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് ഇതിന്റെ മുന്നേ കഴിഞ്ഞ വർഷം പോയ ഒരു കോണ്ടിനെന്റ് തന്നെയാണ്. അപ്പൊ തന്നെ കുറെ ഗസ് ചെയ്യാം. അതറിഞ്ഞ ഒരേ കോണ്ടിനെന്റ് 2 വട്ടം പോണെങ്കിൽ അത് ഏത് കോണ്ടിനെന്റ് ആയിരിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ കട്ട് ചെയ്യും. ഇപ്പൊ ഒരു പറഞ്ഞ അശ്വിൻ്റെ കാര്യം ഞാൻ കട്ട് ചെയ്തു കേട്ടോ. അപ്പൊ നമ്മൾ 3 കൺട്രിയാണ് പോകാൻ നോക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ പോയി ഇറങ്ങുന്ന ഒരു കൺട്രി, പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ പോയി ഇറങ്ങുന്ന കൺട്രിയിൽ ഒരു 1.5 ദിവസമേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ട്രെയിൻ എടുത്ത് അടുത്ത സ്ഥലത്തേക്ക് പോകും. അടുത്ത കൺട്രിയാണത്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം തന്നെ മനസ്സിലായി, ട്രെയിനൊക്കെ എടുത്തിട്ട് വേറെ കൺട്രി പോകുന്നത് ഏതാണെന്ന് വെച്ച് പറഞ്ഞാൽ തന്നെ മനസ്സിലാവും ഏത് കോണ്ടിനെൻ്റ് കാണിച്ചു, കൺട്രീസ് ഏതാന്ന് ആക്ച്വലി അവിടെ ചെന്നിട്ട് കാണിച്ചില്ല. എന്തിനെങ്ങനെയൊക്കെ കാണിക്കുന്നത് എനിക്കറിയില്ല, പക്ഷെ ഒരു രസം, ഒരു ഹരം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടുന്ന് പിന്നെ ഇനിയുള്ള പ്ലാനുകളൊക്കെ നമ്മൾ ഒരു കാർ എടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത കൺട്രി പോകുന്നുണ്ട്. പിന്നെ ഇനിയുള്ള പ്ലാനുകളൊക്കെ ഞാനൊരു കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിലൂടെ, അടുത്ത വീഡിയോ അല്ല, അവിടെ എത്തിയിട്ട് നമ്മൾ പോകുമല്ലോ, ഫസ്റ്റ് ഡേ തുടങ്ങുമ്പോൾ ഒരു വീഡിയോ എടുക്കുമല്ലോ, അന്ന് അപ്പം ഞാൻ പറയാം. വിളിച്ചിട്ടില്ല. സോ നമ്മൾ ചാർജ് ചെയ്യാനൊക്കെ വെച്ചിരിക്കുകയാണേ. ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വെച്ചു. ഓക്കെ, നമ്മുടെ ഗ്രൂപ്പ് വിളിച്ചു. അപ്പം നമുക്ക് പോയിട്ട് ബോർഡ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ബോർഡ് ചെയ്യാൻ പോവാണേ. അശ്വിൻ നമ്മൾ ബോർഡ് ചെയ്തു, കയറ്റിയിരിക്കുക. ഇത് 333. നമ്മൾ നടുക്കത്തെ 3 അറ്റത്തെ സീറ്റായിട്ടാണ് എടുക്കുന്നത്. ഇവിടെ ഞാൻ നടുക്കയറ്റിയത്. ഭാഗ്യത്തിന് ഇവിടെ ആളില്ല. നമുക്കിത് കഴിഞ്ഞ വട്ടം ഇതേപോലെ പോയപ്പോ അല്ലേ, കഴിഞ്ഞ വട്ടം ഇതേപോലെ പോയപ്പോ നമുക്ക് ആളില്ലായിരുന്നു. ഇതുവരെ ആളില്ല. ഇനിയിപ്പോ പെട്ടെന്ന് കഴിഞ്ഞു തോന്നുന്നു, ബോർഡിങ് കഴിഞ്ഞു തോന്നുന്നു. അങ്ങനെയാണ് ആളില്ല. ഇതൊരു 9 hours ഫ്ലൈറ്റാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബാങ്കോക്ക് പോവും. അവിടെ 4 hours ലേഓവർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10 hours ഫ്ലൈറ്റ് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ടാണ്. അതെങ്ങോട്ടാണ് പറയാം, അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഡയറക്റ്റ് കാണാം. ഞാൻ എന്തൊക്കെ സാധനം എടുത്തിട്ടുണ്ടറിയാം. ഈ ഒരു കേബിൾ എടുത്തിട്ടുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ A to C ആണ്. ചില എയർലൈൻസിൽ നമ്മുടെ ചാർജിങ് A to C ആണ്. നന്നായി അതെടുത്തത്, കാരണം ഇവിടെ A to C വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതെടുത്തത്, ഫോൺ ചാർജ് ചെയ്യാനായിട്ട്. പിന്നെ ഉള്ളത് C to C ആണ്, അതിനിപ്പോൾ ആവശ്യമില്ല. പിന്നെ ഞാൻ ഇപ്പോൾ ലോങ് ഫ്ലൈറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു മോയ്സ്ചറൈസർ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം മുഖവും കൈയൊക്കെ പെട്ടെന്ന് അങ്ങ് നമുക്ക് ഡ്രൈ ആവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ എന്താ, ഒരു ലിപ് ബാം ഉണ്ട്. ലിപ് ബാം ആക്ച്വലി ഉണ്ട്, പക്ഷെ ഇങ്ങോട്ട് എടുത്ത് വെക്കാൻ മറന്നു. ഹാൻഡ് ക്യാരിയിലുണ്ട്, മുകളിലുണ്ട്. ഡൈ മാസ്ക് ഉണ്ട്, ഒരു ബുക്കുണ്ട്, എനിക്ക് കുറച്ച് സാധനങ്ങൾ എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ലാപ്ടോപ്പ് ഉണ്ട്, ഫോണ്, വെള്ളം. ഇത്രയും സാധനം മതി നമുക്ക് ഒരു 9 hours ഫ്ലൈറ്റ്. പിന്നെ ഒരു ഇത് നെക്ക് പില്ലോ, ഇങ്ങനെയുള്ള നെക്ക് പില്ലോ കൂടെ ഉണ്ട്. പിന്നെ നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് തന്നിരിക്കുന്നത് ഓരോ സീറ്റിനും ഓരോ പില്ലോയും ഉണ്ട്, പിന്നെ ഓരോ ബ്ലാങ്കറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മതിയെ നമുക്കൊരു 8 മണിക്കൂർ നല്ല സുഖമായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അതങ്ങനെ ഒരു ഇയർഫോൺസും ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്തിനാ പവർ ബാങ്കിൻ്റെ പോയി കളയുന്നത്,
കാരണം നമ്മുടെ ഇതിന് ട്രാവൽ ചെയ്യുമ്പോൾ കൂടുതലത് വേണ്ട. ഇതിൻ്റെ കൺസോളിൽ നിന്ന് ചാർജ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പറഞ്ഞാൽ എൻ്റെ A to C ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഉണ്ടെന്ന്. ഇത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ ഫുൾ സെനാരിയോ. അതെ, അപമാനം സഹിച്ചു. ഇത് പറയാൻ എൻ്റെ ഉണ്ട് A to C. ഞാൻ ഓർത്തെടുത്തോണ്ട് വന്നു. എനിക്കറിയാമല്ലോ മിക്ക എയർലൈൻസിലും C to C ഇല്ല, A to C ഒന്നും. അപ്പം ഞാൻ ഈ പ്രാവശ്യം ഞാൻ സേവ് ചെയ്ത് എനിക്ക് നാട്ടിൽ നിന്ന് മേടിച്ചു. നാട്ടിൽ നിന്ന് ഇപ്രാവശ്യം കയറി വന്നപ്പോൾ അവിടെ നിന്ന് മേടിച്ചു. അപ്പം ഞാൻ മേടിച്ചു. എന്നിട്ട് താഴ്ത്തിയപ്പോൾ അത് ഇവിടെ കുത്തി. അപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ട്. ആവശ്യം പറയുകയാണെങ്കിൽ ഇത് സ്ലോ ചാർജിങ് ആണ്. ഇത് ഈ കൺസോൾ വരുന്ന സാധനം സ്ലോ ചാർജിങ് ആണ്. എനിക്ക് തിരക്കൊന്നുമില്ല. 9 മണിക്കൂറുണ്ട് ഈ ഫ്ലൈറ്റ്. 9 മണിക്കൂർ എടുത്ത് പയ്യെ ചാർജ് ചെയ്താൽ മതി. എനിക്ക് ഈ ഫോൺ കൊണ്ട് ഈ ഫ്ലൈറ്റിൽ നിന്ന് ഇങ്ങോട്ടും പോകാനൊന്നുമില്ല. 9 മണിക്കൂറില്ല. എനിക്ക് ഫോണിൽ നെറ്റും ഇല്ല. എന്ത് ചെയ്യാനാണ് ഫോണ്? 9 മണിക്കൂർ വെറുതെ ഇരിക്കുക. നമ്മൾ കുറച്ച് സിനിമ കാണും. അതേപോലെ പയ്യെ 9 മണിക്കൂർ കൊണ്ട് പയ്യെ ചാർജ് ചെയ്താൽ മതി. ഒരു തിരക്കും ഇല്ല. അശ്വിൻ കാലിടിക്കുന്നുണ്ടോ? എങ്ങനെയുണ്ട് ഇരിപ്പ്? എങ്ങനെയുണ്ട്? ഇവിടെ വരെ മുട്ടിങ്ങനെ ഇടിച്ചാട്ടോ നിൽക്കുന്നത്. തൊട്ടാ നിൽക്കുന്നത്. എത്ര നോക്കി എനിക്ക് എത്ര സ്ഥലമുണ്ട്. എനിക്ക് കാല് വെക്കാം. എന്ത് വേണേലും ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈ ലോങ് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കുക കേട്ടോ. അപ്പോൾ അത് നോക്കുമ്പോൾ സിഡ്നി ടു ബാങ്കോക്ക് 8 മണിക്കൂർ 42 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഇതൊരു വലിയൊരു ലോങ് ഫ്ലൈറ്റാണിത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇരിക്കുക. അപ്പോഴത്തേനും ഇതാ നമ്മുടെ ലഞ്ച് വന്നു കേട്ടോ. എന്താ റൈസ് ഫ്ലേക്സ്? നല്ല കാണിച്ചേ. നല്ല ഫ്ലേവർ. ഇതിൽ നമുക്കൊരു ബണ്ണ് വരുന്നുണ്ട് അതിനകത്ത്. പിന്നെ ഒരു സ്നാക്ക് ഐറ്റം പോലെ റൈസ് ഫ്ലേക്സിൻ്റെ ഒരു സാധനം വന്നു. പിന്നെ നമുക്ക് വെള്ളമുണ്ട്. പിന്നെ അടിപൊളി ഒരു ഡെസേർട്ടായിരുന്നു കേട്ടോ അത്. പിന്നെ ഇതൊരു സ്റ്റാർട്ടർ പോലെ കൂസ്കൂസും സാമണും കൂടെ ഉള്ള എന്തോ ഒരു ഇതാണ്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ചും കൂടി ഒരു ടാങ്കി ഫ്ലേവർ ആയിരുന്നു. പിന്നെ നമ്മൾ മെയിൻ ഡിഷായിട്ട് പറഞ്ഞത് ഞാൻ ബീഫിൻ്റെ എന്തോ ആട്ടോ പറഞ്ഞത്. ഇതെങ്ങനെയുണ്ട്? കൂസ്കൂസ് അല്ലേ ഇത്? കൂസ്കല്ലേ? അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്റ്റാർട്ടർ പോലത്തെ സാമണും കൂസ്കൂസ് അല്ലെന്ന് തോന്നുന്നു. ഇതൊരു സംഭവം നല്ലതായിരുന്നു. ചിക്കൻ വിത്ത് ബേസിൽ അല്ല, റൈസ് വിത്ത് ചിക്കൻ ബേസിലോ ബേസിൽ ചിക്കനോ അങ്ങനെ എന്തോ ആണ് അല്ലേ? അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിരുന്ന ഫുഡായിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ എയർലൈൻസിലെ ഫുഡ് ഇത്രയും ക്വാളിറ്റിയിലും പിന്നെ ഇങ്ങനെ ഹോട്ടായിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ മെൽറ്റ് ആവാതെയൊക്കെ എങ്ങനെ കൊണ്ടുവരുന്നതല്ലേ. അവരുടെ ഈ ട്രാൻസ്പോർട്ടേഷനൊക്കെ അടിപൊളിയാണ്. പിന്നെ നമ്മുടെ അപ്പുറത്തെ സൈഡിൽ ആളില്ലാത്തതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കിടക്കായിരുന്നു കേട്ടോ. കുറച്ച് നേരം അങ്ങോട്ട് തല തിരിച്ച് കിടന്നു, കുറച്ച് നേരം അശ്വിൻ്റെ മടിയിൽ കിടന്നു. ഞാൻ അത്യാവശ്യം നന്നായി ഉറങ്ങി. പിന്നെ എൻ്റെ കയ്യിൽ അതെ ഇങ്ങനെ ഒരു വെറ്റ് വൈപ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെപ്പോഴും ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ കൊണ്ടുപോകും. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇത്രയും ലോങ് ഫ്ലൈറ്റൊക്കെ ആകുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യക്ക് പോകുമ്പോഴും ഇതേപോലെ 8 hours ഫ്ലൈറ്റാണല്ലോ. അപ്പോൾ മുഖം ഒന്ന് റിഫ്രഷ്ഡ് ആവാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കും. പിന്നെ അത് ഇങ്ങനത്തെ ഒരു ചെറിയൊരു മിനിയേച്ചർ മോയ്സ്ചറൈസറും കയ്യിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറേ നേരം ഉണ്ടല്ലോ. അപ്പോൾ കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് എല്ലാവരും ഒന്ന് മയങ്ങുമായിരുന്നു. കുറച്ച് നേരം ഞങ്ങൾ ഇതിൻ്റെ മാപ്പൊക്കെ നോക്കിയിരുന്നു. ഒരു ഉറക്കം കഴിഞ്ഞപ്പോഴത്തേനും വശം പോയിട്ട് ഇങ്ങനെ ഒരു സ്നാക്ക് എടുത്തുകൊണ്ട് വന്നു. അവിടെ പോയിട്ട് ചെറുതായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ച് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം സീരീസ് കാണായിരുന്നു കേട്ടോ. ഈ സമയം കൊണ്ട് ഇത്രയും നേരമില്ലേ. ഈ ഒരു ക്ലിപ്പിനകത്ത് ഞാൻ സംസാരിക്കുന്നുണ്ട്, പക്ഷേ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ. അപ്പോൾ ഞാൻ പറയുന്നത് ഇനി ഒരു 1.5-2 മണിക്കൂറേ ഉള്ളൂ. സിഡ്നി ടൈം 10 മണിയായിരുന്നു കേട്ടോ. ആ സമയമാകുമ്പോഴത്തേനും നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നേ. പക്ഷേ ഇപ്പോൾ ടൈം സോണൊന്നും ഇല്ലല്ലോ. അപ്പോഴത്തേനും ഡിന്നർ വന്നപ്പോഴത്തേനും എനിക്കാണെങ്കിൽ വിശക്കൊന്നും ഇല്ലായിരുന്നു.
പക്ഷെ എന്നാലും ഡിന്നർ മേടിച്ച് വെച്ചു. വെറുതെ കിട്ടുന്നതല്ലേ വിചാരിച്ചിട്ടാന്ന് തോന്നുന്നു. എല്ലാം മേടിച്ച് വെച്ചു, പക്ഷെ മര്യാദയ്ക്കൊന്നും കഴിച്ചില്ല, കാരണം വിശപ്പില്ലായിരുന്നു ആക്ച്വലി. പക്ഷെ ഞങ്ങൾ കുറച്ച് അവിടെ നിന്ന് ഇവിടുന്ന് കേട്ട് കഴിച്ചു കേട്ടോ അന്ന്. അപ്പോൾ ഡിന്നർ മെനു എന്താണെന്ന് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിനകത്ത് ഒരു ബ്രെഡ് ഉണ്ടായിരുന്നു, പിന്നെ ബട്ടർ ഉണ്ടായിരുന്നു, ഡെസേർട്ടിനായിട്ട് കുറച്ച് കട്ട് ഫ്രൂട്ട്സ്, പിന്നെ കട്ട്ലറി ഉണ്ട്, വെള്ളമുണ്ട്, പിന്നെ കുറച്ചല്ല ഒരു മ്യൂസ്ലി ബാറുണ്ട്. പിന്നെ മെയിൻ ഡിഷായിട്ട് ചിക്കൻ ആയിരുന്നു കേട്ടോ. ചിക്കനും പിന്നെ എനിക്കൊന്ന് ബേസിൽ ചിക്കനാണ് അതായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സംഭവം. നമുക്ക് വിശപ്പില്ലായിരുന്നില്ലെങ്കിലും സംഭവത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഫുഡിന് ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ 8 മണിക്കൂറിൻ്റെ യാത്ര കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ്. അങ്ങനെ ബാങ്കോക്കിൽ നമ്മൾ ഇറങ്ങി. നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞു, സെക്യൂരിറ്റി ഒക്കെ കഴിഞ്ഞു. ബാങ്കോക്കിലാണ് സമയം. ഇവിടെ രാത്രി എത്ര മണിയായി ഇപ്പോൾ? ഇവിടെ 10 മണിയായി. 9:50. സിഡ്നിയിലിപ്പോൾ നട്ടപ്പാതിരാത്രിയാണ്. ഫുഡെല്ലാം ഫ്ലൈറ്റിൽ നിന്ന് കഴിച്ച് വയറ് നിറഞ്ഞായിരിക്കുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ നല്ല തായ് ഫുഡിൻ്റെ മണം നമുക്ക് ഇങ്ങനെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സ്, എയർപോർട്ടിനകത്തെ റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കാൻ. ഇവിടെ വന്നിട്ട് പിന്നെ അത് കഴിക്കാൻ എങ്ങനെ പോകുന്നത് വെച്ചിട്ട് അത് ഓർഡർ ചെയ്തു. അത് മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ. അശ്വിൻ എന്തോ മെഗ്ഡിയിൽ നിന്നൊരു സ്വേൾ ഓർഡർ ചെയ്ത് മാംഗോ സ്റ്റിക്കി റൈസ്. എങ്ങനെയുണ്ട്? ഓക്കെ. സെയിം പോലെ തന്നെയാണ് നമുക്കിപ്പോൾ സിഡ്നിയിലും കിട്ടുന്നത് അല്ലേ? ഞാൻ എൻ്റെ ഓഫീസിൻ്റെ അടുത്ത് ഒരു തേഴ്സ്ഡേ ഒരു ഫ്ലീ മാർക്കറ്റ് ഉണ്ട്. അവിടെ ഇപ്പോൾ കുറേ കാലമായിട്ട് ഒരു മാംഗോ സ്റ്റിക്കിയ തന്നെ ഒരു കടയുണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ എനിക്കൊന്ന് തായ്ലൻഡുകാരോ അല്ലെങ്കിൽ ഏഷ്യൻസാണ്. അപ്പോൾ അവിടുന്ന് ഞാൻ മേടിക്കാറുണ്ട് $10. അതേ ടേസ്റ്റ് തന്നെ. അപ്പോൾ എനിക്കൊന്നും അവർ നല്ല ഒത്തൻറ്റിക് ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതും ടേസ്റ്റ് ഉണ്ട്, അതും ടേസ്റ്റ് ഉണ്ട്. ഈ സാധനം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അശ്വൻ കണ്ടിട്ടുണ്ടോ? ആണോ? ഏഷ്യൻ കടകളിലുണ്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല. കോൾ പേ ക്യാൻസൽ, അത് കൊള്ളാം അല്ലേ? ഞങ്ങളിപ്പോൾ നേരത്തെ കോൾ വിളിച്ചപ്പോൾ ആള് വന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇനി അടുത്ത ടെർമിനലിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടുന്ന് നമ്മളൊരു ട്രെയിൻ എടുത്ത്, എയർപോർട്ടിൻ്റെ അകത്ത് തന്നെ ഓടുന്ന ട്രെയിനാണ്, അതെടുത്ത് നമ്മൾ അടുത്ത 2.5 മണിക്കൂറും കൂടെ കഴിഞ്ഞിട്ടാണ് ഫ്ലൈറ്റ്. ഉറക്കം വന്നു തുടങ്ങി. ഫ്ലൈറ്റിൽ കയറിയ ഒട്ടന്നെ ഉറങ്ങണം. അങ്ങനെ നമ്മൾ കയറിയതിനകത്ത് ആൾക്കാരൊക്കെ ബോർഡ് ചെയ്ത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഉറങ്ങാൻ പോവാം. നന്നായിട്ട് ചോദിക്കാം. പക്ഷെ കിടന്ന് ഉറങ്ങിയായിരുന്നു കേട്ടോ. ഇപ്പം തന്നെ കിടന്നുറങ്ങിയായിരുന്നു. അതും ബോഡി ചെയ്തുകൊണ്ടിരിക്കുക. ചൂട് എടുക്കുന്നുണ്ട്. AC അത്ര ഓണായിട്ടില്ല. ഇനി ഒരു 10 മണിക്കൂർ ഉറങ്ങണം. അങ്ങനെ നമ്മൾ ഉറങ്ങാനായിട്ട് എല്ലാ സെറ്റപ്പും റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒന്ന് ഉറങ്ങിയിട്ടോ, ഒരു 2 മണിക്കൂർ ഉറങ്ങിയപ്പോഴത്തേനും എന്താ ഫുഡ് വന്നു. ഇത് ലഞ്ചാണോ ഡിന്നറാണോ ബ്രേക്ക്ഫാസ്റ്റ് ആണോ എന്നൊന്നും അറിയില്ല, കാരണം ഏത് ടൈം സോണിൽ കൂടെയാണ് പോലും നമുക്ക് പോകുന്നത് അറിയത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് വന്നത് ഒരു കേക്ക് ഉണ്ടായിരുന്നു, പിന്നെ എന്തായിരുന്നു, ഒരു പ്രോൺസിൻ്റെ ഒരു സ്റ്റാർട്ടർ ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇതായിരുന്നു നമ്മുടെ മെയിൻ ഡിഷ്, പ്രോൺസ് പാസ്ത ആയിരുന്നു. പറയാതിരിക്കാൻ വയ്യ, ഒരു ഫ്ലൈറ്റ് കിട്ടുന്ന ഫുഡിനേക്കാളും നല്ല, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ്. അങ്ങനെ പിന്നെയും എല്ലാവരും ഉറങ്ങാൻ വേണ്ടി കിടന്നു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ്. കാരണം ഇതൊരു 10 മണിക്കൂറിൻ്റെ ഫ്ലൈറ്റ് ആണല്ലോ. അപ്പോൾ എല്ലാവരും ഉറങ്ങുന്നു, കുറച്ച് നേരം എണീക്കും, പിന്നെ കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ കാണും, അങ്ങനെയായിരുന്നു. പക്ഷേ ഡിസ്റ്റർബ്ഡ് സ്ലീപ്പായിരുന്നു. അങ്ങനെ ഒരു 5 മണിക്കൂർ എങ്ങനെയൊക്കെയോ ഉറങ്ങി, ഇങ്ങനെ ബ്രോക്കൺ സ്ലീപ്പാണെങ്കിലും ഉറങ്ങി. അത് കഴിഞ്ഞ് എണീറ്റ് ഞാൻ കുറച്ച് നേരം ഇതിൻ്റെ സ്ക്രീനിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് കാണുന്നത് ഈ നമ്മുടെ സീറ്റുകൾ തമ്മിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സംസാരിക്കാൻ പറ്റും, ചാറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ അശ്വിനും ഇതിൽ നിന്ന് മെസ്സേജ് അയക്കുന്നു, അശ്വിൻ അവിടെ നിന്ന് തിരിച്ച് മെസ്സേജ് അയക്കുന്നു. അപ്പോൾ അതുപോലെ നമുക്ക് വേറെ സീറ്റിൽ നമ്മുടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ നോക്കുമ്പോൾ ഒത്തിരി പേര് ഓൺലൈനായിട്ട് ഇരിപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അവരോട് സംസാരിച്ചാലൊക്കെ വിചാരിച്ച്, പിന്നെ അപ്പോഴത്തേനും ഉറക്കം വന്ന് പിറ്റേയും കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് കുറേ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ഇത് വന്നു, ബ്രേക്ക്ഫാസ്റ്റ് വന്നു കേട്ടോ. ഈ ലോങ് ഫ്ലൈറ്റിലെ ഏറ്റവും എൻ്റർടൈൻമെൻറ്റ് പരിപാടി എന്താണെന്ന് അറിയാം, ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക. പിന്നെ ഈ ഫ്ലൈറ്റിലുള്ള ഇങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഫ്ലൈറ്റിൻ്റെ ക്യാമറ, ഫ്രണ്ട് വ്യൂ, റിയർ വ്യൂ, സൈഡ് വ്യൂ ഉള്ള ക്യാമറ കണ്ടുകൊണ്ടിരിക്കുക. ഇതൊക്കെ തന്നെ പരിപാടി. നമ്മളിറങ്ങി. ഇവിടെ മഴയാണ്, ക്ലൗഡാണ്.
ഭയങ്കര ക്ലൗഡിയാണ്. ഇപ്പൊ 11 ഡിഗ്രിയാണ് ഇവർ കാണിക്കുന്നത്. അത്യാവശ്യം മഴയുണ്ട്, അപ്പൊ തണുപ്പുണ്ട്. ജാക്കറ്റ് ഉണ്ട് നമ്മുടെ കയ്യിലുണ്ട്. ഇനിയിപ്പോ മാറണം, അതൊക്കെ മാറണം. കുഴപ്പമില്ല. അപ്പൊ എന്തായാലും എന്റെ ഫൈനലി എത്തി ഇവിടെ. അപ്പൊ നമ്മള് ഇങ്ങോട്ട് എത്തിയത് കാണിച്ചു തരാം. എവിടെയാണ് എത്തിയതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ പക്ഷേ ഇതൊരു ഇപ്പോഴും ജനുവരിയിൽ ആദ്യം ബുക്ക് ചെയ്തായിരുന്നു. ജനുവരി ബുക്ക് ചെയ്ത് കഴിഞ്ഞ് ഫുൾ പ്ലാൻ ചെയ്ത് നമ്മൾ കഴിഞ്ഞ വട്ടം ബുക്ക് ചെയ്ത പോലെ തന്നെയാണ് ഇപ്രാവശ്യവും പോയിന്റ്സിലാണ് ബുക്ക് ചെയ്തത്. ഒരു ഫ്ലൈറ്റ് തിരിച്ച് സിഡ്നിക്കുള്ള ഫ്ലൈറ്റ് ഫുൾ പോയിന്റ്സിലാണ് ബുക്ക് ചെയ്തത്. പോയിന്റ്സിൻ്റെ കഥകളും അതെങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് എങ്ങനെയാണ് ട്രാവൽ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വർഷം ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഞങ്ങൾ ഒരു ഫ്ലൈറ്റ് ഫുൾ പോയിന്റ്സിലാണ്, ഞങ്ങൾ കാശേ കൊടുത്തിട്ടില്ല. അങ്ങനെയാണ് നമ്മൾ ബുക്ക് ചെയ്തത്. പിന്നെ ജനുവരി ബുക്ക് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഏപ്രിലാണ് ബുക്ക് ചെയ്തത്. എന്നിട്ട് ഏപ്രിൽ ബുക്ക് ചെയ്തിട്ട് പോകുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ എനിക്കിത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ക്യാൻസലല്ല, ഞങ്ങൾ പോസ്റ്റ്പോൺ ചെയ്ത് ജൂണിലോട്ടാക്കി. കാരണം ബിക്കോസ് ഓഫ് ദ വാർ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുന്നത് ഖത്തർ വഴിയാണ്. ഖത്തർ എയർവേസിലാണ് വരുന്നത്, ദോഹ വഴിയായിരുന്നു. അപ്പോൾ വാറിൻ്റെ സമയത്ത് അവർ ഫ്ലൈ ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കിത് പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വന്നു. അയ്യോ, പിന്നെ ഷെങ്കൻ അഗെയിൻ എനിക്ക് എടുക്കേണ്ടി വന്നു. അശ്വിന് വേണ്ട, അശ്വിന് എടുത്തു, പക്ഷേ അശ്വിന് ആവശ്യമില്ല. അശ്വിൻ ഇപ്പോൾ പാസ്പോർട്ട് മാറിയുണ്ട്, ഓസ്ട്രേലിയൻ പാസ്പോർട്ട് ആയതുകൊണ്ട് ഇപ്പോൾ ഷെങ്കൻ വേണ്ട. യൂറോപ്യൻ കൺട്രീസിലോട്ട് വിസ ഇല്ലാണ്ട് വരാം. അങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ ഇനിവേ നമ്മൾ ഇമിഗ്രേഷൻ എത്തി. അപ്പോൾ ഇനി ബാക്കി ഇതെല്ലാം കഴിയട്ടെ. ബാഗേജൊക്കെ കിട്ടി, ഇമിഗ്രേഷൻ കഴിഞ്ഞ് ബാഗേജ് കിട്ടി. ഇനി നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിൽ നമുക്ക് 3 o'clock ചെക്കിൻ ഉള്ളൂ. അപ്പോൾ പക്ഷേ ഇപ്പം നമുക്ക് ചെന്നിട്ട് നമ്മുടെ ലഗേജ് അവിടെ വെക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്ക് ചെയ്ത് തന്നെ വലിയ പെട്ടിക്കകത്ത് നമ്മുടെ മെയിൻ സാധനങ്ങൾ, പക്ഷേ ചെറിയ പെട്ടിക്കകത്ത് ഈ ചെറിയ പെട്ടിക്കകത്ത് ചെറിയ പെട്ടിക്കകത്ത് ഇന്നിപ്പോൾ ഇടാനുള്ള ഡ്രസ്സ് ഞങ്ങൾ സെപ്പറേറ്റ് പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ആകുമ്പോൾ ഇത് കൊണ്ടുപോയി ലഗേജ് ഇവിടുത്തെ തന്നെ നമ്മൾ ഡ്രസ്സ് മാറും. എന്നിട്ട് ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ബാഗേജൊക്കെ അവിടെ വെക്കും. നമ്മൾ എയർപോർട്ടിൽ നിന്ന് തന്നെ ഡ്രസ്സ് മാറിയിട്ട് പിന്നെ നമ്മൾ മ്യൂണിക്ക് കറങ്ങാൻ വേണ്ടി ഇറക്കും. അതുകൊണ്ട് ഉച്ച കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഹോട്ടലിൽ പോകും. അതാണ് പ്ലാൻ. അപ്പോൾ അതുകൊണ്ടാണ് പാക്കിങ് അങ്ങനെ ചെയ്തത്. അങ്ങനെ നമ്മൾ ഒന്ന് ഫ്രഷായി റെഡിയായിട്ട് രണ്ടുപേരും ഒരുങ്ങി വന്നു. വലിയ ക്ഷീണമില്ല, കുറച്ചൊക്കെ ഉറങ്ങി, ഒരു 5-6 മണിക്കൂർ നമ്മൾ ഉറങ്ങിയതുകൊണ്ട് വലിയ ക്ഷീണമില്ല. പിന്നെ തിരിച്ച് പാക്കൊക്കെ ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം സൈറ്റിന് പുറത്ത് കറങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഇതേപോലത്തെ ഒരു ചെറിയ ബാഗ് മാത്രമേ നമ്മൾ എടുക്കുന്നു. ബാക്കിയെല്ലാം നമ്മൾ ഹോട്ടലിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മളിവിടെ നിന്ന് ഡ്രസ്സൊക്കെ മാറി വാഷ്റൂമിലൊക്കെ പോയി. അപ്പം നമുക്ക് ഇവിടെ ടിഷ്യൂ പേപ്പർ റോളില്ലേ, മുഖമൊക്കെ തുറക്കുന്നത്, അതിങ്ങനെ നമുക്കിങ്ങനെ വലിച്ചെടുക്കാൻ പറ്റത്തില്ല. ഇതിങ്ങനെ ഇതേ തന്നെയാണ്. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട്, എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാനതങ്ങനെ യൂസ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നമ്മുടെ അവിടെ അത്ര ഇല്ല, ഇത് ടോട്ടലൊന്നുമില്ല. അപ്പോൾ ഇവിടെ വലിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷെ അതിങ്ങനെ വരും. എന്നിട്ട് നമ്മൾ കൈ തുടക്കി, ഒരു ഹാൻഡ് ടവർ വരെ കൈ തുടക്കി തിരിച്ച് അതിനകത്തോട്ട് തന്നെ കയറിപ്പോകും. വാശും കണ്ടു, വേറെ ഒരു ലേഡി വന്നിട്ട് അത് ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു, അതിനെ ലൈക്ക് റീഫിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ നമ്മൾ തുടയ്ക്കുന്നത് വേറെ ഏതോ റോളിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഈ കൺട്രിയുടെ ബോർഡ് നോക്കിയിട്ട് അവസാനം കിട്ടി, ചെറുതൊക്കെ കിട്ടിയിട്ടു. അപ്പം നമ്മൾ പറയാം അല്ലേ, നമ്മൾ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിട്ടുണ്ടാവും. നമ്മളിപ്പോൾ വന്നത് ജർമ്മനിയിലോട്ട്. അപ്പോൾ നമ്മൾ മ്യൂണിക്കിലാണ് ലാൻഡ് ചെയ്തത്. ഇപ്പോൾ ജർമ്മനിയിലാണ് വന്നേക്കുന്നത്. അതെ, ഇതാണ് എയർപോർട്ടിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ പുറത്ത് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഇന്നും നാളെയും നമ്മളിവിടെ ഉണ്ടാവും, മ്യൂണിക്കിലുണ്ടാവും. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നാളെ നമ്മൾ ഇവിടുന്ന് ഓസ്ട്രിയക്ക് പോകും. പിന്നെ നമ്മൾ സ്ലൊവേനിയക്ക് ഒരു കാർ എടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെ അപ്പോൾ ബാക്കിയുള്ള ഐറ്റിനറിയൊക്കെ ഞാൻ നാളെ പറയാം. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്ന് നമ്മൾ ഇവിടം വരെ എത്തിയതിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഹോട്ടലിൽ പോയിട്ട് നമ്മുടെ ബാഗേജൊക്കെ വെച്ചിട്ട് നമ്മൾ ആദ്യം പോകുന്നത് കോൺസെൻട്രേഷൻ ക്യാമ്പ് കാണാൻ വേണ്ടിയിട്ടാണ്, ഡക്കാവ് കോൺസെൻട്രേഷൻ ക്യാമ്പ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ വീഡിയോയിൽ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ നിങ്ങൾ എന്തായാലും കാണണേ. അപ്പോൾ ശരി, ഓക്കെ, ബൈ.